ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ ദിവസത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അതേ പ്രിയമുള്ളവരെ, നാം ആഗ്രഹിക്കുന്ന തുറമുഖത്ത് നമ്മെ എത്തിച്ചേർക്കുന്ന, നമ്മെ എത്തിപ്പിക്കുന്ന ഒരു യേശു കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലതും നാം ആഗ്രഹിച്ചിട്ടും നമുക്കതിനെ എത്തിപ്പിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ആമേൻ. സ്തോത്രം സ്തോത്രം. ഒരു കര പറ്റുവാൻ കഴിഞ്ഞിട്ടില്ല, ഒരു കരയ്ക്കെത്തുവാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ദൈവമേ, ഇന്നും ഞാൻ നടുക്കടലിലാണല്ലോ എന്ന് ഭാരപ്പെടുന്ന ഒത്തിരി ജീവിതങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമ്മെ അക്കരെ എത്തിക്കുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നാം എല്ലാവരും അക്കരയ്ക്ക് യാത്ര ചെയ്യുന്ന സിയോൻ സഞ്ചാരികളാകുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ രമനാഥനായ യേശു കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. മണവാളനായ യേശു കർത്താവ് വന്ന് മണവാട്ടി സഭയെ വേഗം ചേർത്ത് അക്കരയ്ക്ക് കൊണ്ടുപോകുന്ന നാൾ ഏറ്റവും സമീപമായിരിക്കുന്നു. ആ വരവിൻ്റെ പ്രത്യാശയോടെ തന്നെ നാം ആയിരിക്കുമ്പോൾ ഈ ഭൂമിയിലും കർത്താവ് നാം എത്തിച്ചേരേണ്ട സാഹചര്യത്തിൽ കർത്താവ് നമ്മെയും നമ്മുടെ തലമുറകളെയും നമ്മുടെ കുടുംബങ്ങളെയും എത്തിച്ചേർക്കുവാൻ സർവശക്തനാണ്. നമുക്കൊരു വേദഭാഗം വായിക്കാം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 21-ാം വചനം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി. ആമേൻ. In English, John chapter 6 verse 21. Then they were willing to take him into the boat, and immediately the boat reached the shore where they were heading. Amen. The boat reached the shore. അതെ, ആമേൻ. സ്തോത്രം. അവർ പോകുന്ന ദേശത്ത് അവർ എത്തിപ്പോയി. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇവിടെ ഇതിൻ്റെ സാഹചര്യങ്ങൾ നാം വായിക്കുമ്പോൾ അതിൻ്റെ 16 മുതലുള്ള വചനങ്ങളിൽ വായിക്കുന്നു: സന്ധ്യയായപ്പോൾ ശിഷ്യന്മാർ കടൽപ്പുറത്തേക്ക് ഇറങ്ങി പടക് കയറി കടലക്കരെ കഫർന്നഹൂമിലേക്ക് യാത്രയായി. ഇരുട്ടായ ശേഷവും യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശിഷ്യന്മാർ മാത്രമാണ് കഫർന്നഹൂമിലേക്ക് യാത്രയാകുന്നത്. കാരണം അതിൻ്റെ 15-ാം വചനത്തിൽ വായിക്കുന്നു: യേശു തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. യേശു മലയിലേക്ക് വാങ്ങിപ്പോയത് കൊണ്ട് ശിഷ്യന്മാർ മാത്രം അക്കരയ്ക്ക് പോവുക. കഫർന്നഹൂമിലേക്ക്. ഇരുട്ടായി കഴിഞ്ഞ ശേഷവും യേശു അടുക്കൽ വന്നിരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവർ ഒറ്റയ്ക്കായി. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ എവിടെയൊക്കെയോ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി, ഞാൻ ഒറ്റപ്പെട്ടു പോയെന്ന തോന്നലുണ്ടോ? എന്നോട് കൂടെ ആരുമില്ല, ദൈവം കൂടെ ഇല്ല എന്ന് തോന്നുന്നു. യേശു എന്നോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യം ഉണ്ടെങ്കിൽ, പിന്നെ എന്തുകൊണ്ടാണ് ജീവനുള്ള ദൈവമുണ്ട് എങ്കിൽ എന്നെ കാണുന്നില്ലയോ? എന്തിനാണ് ഞാൻ ഈ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്നത് എന്ന് ഭാരപ്പെടേണ്ട. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ശിഷ്യന്മാർ അവർ യേശു ഇല്ലാതെ അവരിങ്ങനെ യാത്ര ചെയ്യുക. അവിടെ വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു 17-ാം വചനത്തിൻ്റെ അവസാന ഭാഗം. ഇരുട്ടായ ശേഷവും ബൈ നൗ ഇറ്റ് വാസ് ഡാർക്ക് ആൻഡ് ജീസസ് ഹാഡ് നോട്ട് യെറ്റ് ജോയിൻഡ് ദം. ആമേൻ. ഇതുവരെ ആയിട്ടും യേശു അവരോടൊപ്പം ജോയിൻ ചെയ്തിട്ടില്ല. യേശു അവരുടെ അടുക്കൽ വന്നിരുന്നില്ല. എന്നാൽ 18-ാം വചനത്തിൽ കൊടുങ്കാറ്റടിക്കിയാൽ കടൽ കോപിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് കൊടുങ്കാറ്റടിച്ചു. എ സ്ട്രോങ് വിൻഡ് വാസ് ബ്ലോയിങ്. ആമേൻ. സ്ട്രോങ് വിൻഡ്. ഹല്ലേലൂയ. നമുക്ക് നേരിടുവാൻ കഴിയാത്ത ശക്തമായ പ്രതിസന്ധികൾ നമ്മുടെ നേരെ കടന്നു വരുമ്പോൾ ആൻഡ് വാട്ടേഴ്സ് ഗ്രൂ റഫ്. ഹല്ലേലൂയ. കടൽ കോപിച്ചു. വെള്ളം സ്തോത്രം കോപിച്ചു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിൻ്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ എളിയവർക്ക് തണലായി തുണയായി കോട്ടയായി നിൽക്കുന്നൊരു ദൈവമുണ്ട്. ഐസയ ചാപ്റ്റർ 25 വേഴ്സ് 4 നമ്മൾ വായിക്കുന്നത് പോലെ. എന്നാൽ അവിടെയും ഇവിടെ നാം വായിക്കുന്നു: കൊടുങ്കാറ്റടിക്കിയാൽ കടൽ കോപിച്ചു. അടുത്ത് അവർ 4-5 നാഴിക ദൂരത്തോളം വരച്ച ശേഷം കുറേ നേരം അവർ കഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. about 3 or 4 miles. ആമേൻ. എന്നാൽ ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം സ്തോത്രം. യേശു കടലിൽ മേൽ നടന്ന് പടകിനോട് സമീപിക്കുന്നത് അവർ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ജീസസ് വാക്സ് ഓൺ ദ വാട്ടർ. ഹല്ലേലൂയ. യേശു കടലിൽ മേൽ നടക്കും. എത്ര കൊടുങ്കാറ്റടിച്ചാലും ഏത് കടലാണോ കോപിച്ചിരിക്കുന്നത് ആ കടലിൻ്റെ മീതെ നടന്നു വരുന്ന യേശു കർത്താവ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നാം ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, ചില പ്രശ്നങ്ങൾ, നമുക്കെതിരെ ഭയങ്കരമായിട്ട് ബലവാന്യ ശക്തികൾ, നമുക്ക് നേരിടുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, ആധ്യാത്മിക ശുശ്രൂഷ തലങ്ങളിൽ നിന്നും ശരീരത്തിലും ഹല്ലേലൂയ രോഗമായിട്ടും അതുപോലെ കുടുംബത്തിലെ പല സമാധാനക്കേടുകൾ, സ്വസ്ഥതയില്ലാത്ത അവസ്ഥകൾ, കുഞ്ഞുങ്ങളിൽ നിന്നുള്ള പോരാട്ടം, ഏത് വിധമായ ആരെ ഉപയോഗിച്ച് ശത്രു
എത്ര നമ്മുടെ ആത്മീക ജീവിതത്തിന് വിരോധമായി, ശരീരത്തിന് വിരോധമായി, മാനസികാരോഗ്യത്തിന് വിരോധമായി എതിർത്തു വന്നാലും അതിൻ്റെ മീതെ നടന്നു വരുന്ന ഒരു യേശു കർത്താവുണ്ട്. ആമേൻ. എല്ലാറ്റിനും ആമേൻ സ്തോത്രം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന അരുളി ചെയ്ത യേശു കർത്താവ് നമ്മുടെ അടുക്കൽ ഇറങ്ങി വരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ കോപിച്ചിരിക്കുന്ന കടലിൻ്റെ മേൽ യേശു നടന്നു വരികയാ. ആമേൻ. എന്നാൽ ശിഷ്യന്മാർ കണ്ട് പേടിക്കുന്നു, അവർക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. ഇത് തന്നെയാണ് പലപ്പോഴും നമുക്കുണ്ടാകുന്നത്. ആമേൻ. യേശു കർത്താവ് നമ്മോട് കൂടിയുണ്ട്, യേശു കർത്താവ് നമ്മുടെ അടുക്കൽ വരുന്നുണ്ട്. എന്നാൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയാതെ വീണ്ടും നാം ഭയപ്പെടുകയാണ്. എല്ലാ ഭയങ്ങളും മാറിപ്പോകട്ടെ. ഹല്ലേലൂയ. ആമേൻ. യേശു അവരോട് പറയുന്ന 20-ാം വചനം, അവൻ അവരോട് ഞാനാകുന്നു, പേടിക്കേണ്ട എന്ന് പറഞ്ഞു. ബട്ട് ഹി സെഡ് ടു ദം, ഇറ്റ് ഈസ് ഐ, ഡോണ്ട് ബി അഫ്രൈഡ്. ഇന്ന് പകൽക്കാലവും കർത്താവ് യേശു ക്രിസ്തു നമ്മൾ ഓരോരുത്തരോടും പറയുന്നു, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഹല്ലേലൂയ. മോശയോടെന്ന് സംസാരിച്ച ദൈവം ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇവിടെ യേശു പറയുന്നത് ഞാനാകുന്നു, പേടിക്കേണ്ട. ഹല്ലേലൂയ. അനാദിയായ ദൈവം, ആമേൻ, നിത്യനായ ദൈവം, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ യേശു കർത്താവ് നമ്മോട് പറയുന്നത് ഞാനാകുന്നു, പേടിക്കേണ്ട. ആമേൻ. അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തിപ്പോയി. ഹല്ലേലൂയ. യേശു അവരുടെ അടുക്കൽ വന്നു. അവർക്ക് യേശുവിനെ ആ പടകിനകത്ത് കയറ്റുവാൻ ആഗ്രഹമുണ്ട്, എന്നാൽ അതുപോലും കഴിഞ്ഞില്ല. ആമേൻ. ഉടനെ പടക് എത്തേണ്ടിടത്ത് എത്തി. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. അവൻ എത്ര നാളായി, എത്ര മാസങ്ങളായി, എത്ര വർഷങ്ങളായി അവൻ എന്നോർത്ത് ഭാരപ്പെടേണ്ട. ഹല്ലേലൂയ. ആമേൻ. ദൈവ സാന്നിധ്യം വെളിപ്പെടുമ്പോൾ, ആമേൻ സ്തോത്രം, യേശു കർത്താവ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒട്ടും വൈകാതെ ഉടനെ ദൈവപ്രവൃത്തികൾ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ ഉടനെ പടക് എത്തേണ്ട സ്ഥലത്തെത്തി. എന്നാൽ ആ എത്തേണ്ട സ്ഥലത്തിന് മുന്നെയാണ് ഇത്രയും പ്രതിസന്ധികൾ അവർ അനുഭവിച്ചത്. ഹല്ലേലൂയ. അങ്ങനെയല്ലേ നമ്മുടെ ജീവിതങ്ങളിലും ഒത്തിരി പരിശ്രമിച്ച് ആമേൻ സ്തോത്രം, ആ തുറമുഖത്ത് അല്ലെങ്കിൽ ഒരു കര പറ്റും എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തിന് തൊട്ടു മുന്നേ വീണ്ടും പലവിധമായ പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ, പ്രതീക്ഷിക്കാത്ത രോഗങ്ങൾ, പ്രതീക്ഷിക്കാത്ത അസ്വസ്ഥതകൾ, പ്രതീക്ഷിക്കാത്ത കഷ്ടനഷ്ടങ്ങൾ കൊണ്ടുവന്ന് ആമേൻ സ്തോത്ര എത്തേണ്ട സ്ഥലത്ത്, ആ ഗോളിലേക്ക്, ആമേൻ സ്തോത്ര ആ ഷോറിലേക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാതെ വണ്ണം വഴിയിൽ വലയുന്ന അവസ്ഥകൾ ഇന്ന് പകൽക്കാലം യേശു കർത്താവ് അത് വെളിപ്പെടുത്തുന്നു. ആമേൻ. ഹല്ലേലൂയ. ഉടനെ അവർ പോകുന്ന ദേശത്ത് അവർ എത്തിയതുപോലെ immediately the boat reached the shore where they were heading. Praise the Lord. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാല കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നു. ആമേൻ സ്തോത്രം. 1-2 കാര്യങ്ങൾ. യേശു കൂടെയില്ല. ഇരുട്ടായ ശേഷവും യേശു വന്നില്ലല്ലോ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ആമേൻ. ഇരുട്ടെന്ന് പറയുമ്പോൾ അവൻ പ്രതിസന്ധി, അല്ലെങ്കിൽ ആമേൻ സ്തോത്രം വേറൊരു അവൻ കര കാണുവാൻ കഴിയാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ ഒരു ഭയം ആരംഭിക്കുന്ന ഒരു നിമിഷം. ഇരുട്ടിലെ രാത്രിയിലെ ഭയത്തെയും ആമേൻ അവർക്ക് അപ്പോൾ മുതൽ ഒരു ഭയം ആരംഭിക്കുകയാണ്. അതാണ് വ്യക്തമായി എഴുതിയിരിക്കുന്നത്. ഇരുട്ടായ ശേഷവും യേശു വന്നില്ലല്ലോ. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. യേശു ഇന്ന് നമ്മോട് കൂടിയുണ്ട്. നമ്മിൽ യേശു കർത്താവ് വസിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അപ്പോൾ ലോകത്തിൽ നാം ഇന്ന് ആമേൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെക്കാളും പ്രതിസന്ധികളെക്കാളും വലിയവനായ യേശു കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട്. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു എന്ന ഉറപ്പോടുകൂടി ഭയപ്പെടാതെ ഉറച്ചു നിൽക്കാം. വേഗത്തിൽ ഇമ്മീഡിയറ്റ്ലി ഉടനെ ആമേൻ നാം എത്തേണ്ട സ്ഥാനത്ത് കർത്താവ് നമ്മെ എത്തിപ്പിക്കും. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ മാത്രം ഈ രക്ഷയും സൗഖ്യവും അനുഗ്രഹവും പ്രാപിച്ച് ആമേൻ ഈ ലോകത്തോട് നശിക്കുന്നവരായിട്ടല്ല, ആ സ്വർഗീയ തുറമുഖത്ത് നാം എത്തിച്ചേർന്നില്ല എങ്കിൽ ആമേൻ നാം ഇവിടെ എത്ര അനുഗ്രഹം പ്രാപിച്ചിട്ടും ഒരു പ്രയോജനവുമില്ല. ആ സ്വർഗീയ തുറമുഖത്ത് നാം എത്തിച്ചേരണമെങ്കിൽ അതിൻ്റെതായ ഓരോ പടികളുണ്ട്. മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ഹല്ലേലൂയ, കൂട്ടായ്മ ആചരിക്കണം, ഹല്ലേലൂയ, പ്രാർത്ഥന കഴിക്കണം. ഒത്തിരി അടിസ്ഥാന ഉപദേശങ്ങളുണ്ട്. വിശുദ്ധിയോടെ ജീവിക്കണം. അതിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഓരോ സ്റ്റെപ്പ് നാം മുന്നോട്ട് വയ്ക്കുമ്പോൾ കൊടുങ്കാറ്റുകളും പ്രശ്നങ്ങളും ആമേൻ പ്രതിസന്ധികളുണ്ടാകും. എന്നാൽ യേശു കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം വേഗത്തിൽ ആ സ്വർഗീയ തുറമുഖത്ത് എത്തിച്ചേരും.
എത്തിച്ചേരും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ ക്രിസ്തു പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ ആലോചനയ്ക്കായി സ്തോത്രം. വഴിയിൽ വലയുന്ന എല്ലാ അനുഭവങ്ങളും മാറട്ടെ കർത്താവേ, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. എത്രയും വേഗം ദൈവ പ്രവൃത്തികൾ വെളിപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം. മണവാളനായ യേശുവിൻ്റെ വരവിനായി മണവാട്ടി സഭയായി ഞങ്ങൾ ഇനിയും ഒരുക്കമുള്ളവരായി കാണപ്പെടുവാൻ കർത്താവെ ആ തുറമുഖത്ത് ഞങ്ങൾ എത്തിച്ചേർന്ന് യേശുവിനോട് കൂടി യുവാക്കളായി വസിക്കുന്ന ഒരു അനുഭവം, അപ്പോൾ ആ പദവിയിലേക്ക് ഞങ്ങളെ എത്തിപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അതിനാൽ ഞങ്ങളെ താഴ്ത്തുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.